നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറേ ഫങ്ഷൻ വെയർ സാരികൾ, മെയിൻലി ഫങ്ഷൻ വെയർ സാരിയാണ്, അല്ലാത്ത ഒന്ന് രണ്ട് സാരിയും കൂടെ ഉണ്ട്. നമ്മളുടെ വിസ്കോസ് ബനാറസി സാരി, ഇത് നേരത്തെ മോഡൽ കാണിച്ചിട്ടുണ്ട്, കാണിക്കാത്ത സാരികളാണിത്. ഇതിൻ്റെ സെയിം മെറ്റീരിയൽ, കളേഴ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ സാരി ഇതല്ല, അത് വേറെ, ഇത് വേറെ. നമ്മുടെ നല്ല മസ്റ്റാർഡ് യെല്ലോയിൽ ഡാർക്ക് മെറൂൺ ബോർഡർ വരുന്ന സാരി. ഇത് ഞാൻ വിസ്കോസ് ബനാറസി, ഒന്നും കൂടെ പറയാം, എപ്പോഴും പറയുന്നതുകൊണ്ടാകട്ടോ ഒന്നും കൂടെ പറയാമെന്ന് പറയുന്നത്. വിസ്കോസ് എന്ന മെറ്റീരിയലും ബനാറസി കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡി, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന സാരിയാണ് വിസ്കോസ് ബനാറസി എന്ന് പറയുന്നത്. വിസ്കോസിൻ്റെ മെറ്റീരിയലിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രേപ്പില്ലേ, ക്രേപ്പ് പോലെ തന്നെ, ക്രേപ്പിനെ കഴിയും ക്വാളിറ്റി ഉണ്ട്. ക്രേപ്പിൻ്റെ ആ ഒരു സ്റ്റഫാണ്, അതാണ് അതിൻ്റെ ഒരു നല്ല ശരീരത്തോട് നല്ല ഒട്ടിക്കിടക്കും. ബനാറസി ബോർഡറും കൂടെ വരുമ്പം രണ്ടും കൂടി ആയി കഴിയുമ്പം നല്ല ഷേപ്പായിട്ട് ഭയങ്കര ഓവർ വണ്ണമൊന്നും തോന്നാത്ത രീതിക്ക് നിൽക്കുന്ന നല്ല സൂപ്പർ ഡ്യൂപ്പർ സാരി ഉണ്ടോ. ഇതാണ് ഇവിടുത്തെ ഇങ്ങനെ ഡാർക്ക് മെറൂൺ ബോർഡർ, മസ്റ്റാർഡ് യെല്ലോ, ബോഡിയെ കൂടെ ഫുൾ ബോഡി ഫുള്ളും ബുട്ട. മുന്താണി വന്നിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും മുന്താണി, കണ്ടോ. ബ്ലൗസ് ഇങ്ങനെ, ഇത് ബ്ലൗസിൻ്റെ ബോർഡർ. ഈ ഒരു ബുട്ടായൊക്കെ വന്നിട്ട് പ്ലെയിനിൽ, ഡാർക്ക് മെറൂണിൽ പ്ലെയിൻ ബുട്ടായൊക്കെ, പ്ലെയിനിൽ ബുട്ടായൊക്കെ വന്നിട്ട് ഈ ഒരു ബോർഡറും കൂടെ ഒക്കെ വെച്ച് കഴിയുമ്പം അടിപൊളി സാരിയാണ്. എത്രയോ ഡിമാൻഡെന്ന് നിങ്ങൾ പലർക്കും അറിയാം, നമുക്കൊക്കെ അറിയാം. കാരണം ഇത് നമുക്ക് ഇപ്പം ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ടേ അത്രയ്ക്ക് ഡിമാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം. ഇതിൻ്റെ മുന്താണി ഇത് ഇങ്ങനെ ഇരിക്കും, കണ്ടോ, നല്ലതല്ലേ. ഇതാണ് ആദ്യത്തെ സാരിയെ. മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. ക്രേപ്പിൻ്റെ ഷോൾ ഏറ്റവും മിനിമം. വിസ്കോസ് ബനാറസി, വിസ്കോസ് എന്നൊക്കെ പറയുമ്പോൾ ക്രേപ്പ്, ആ ബോഡിക്കുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്രേപ്പിൻ്റെ ഒക്കെ മെറ്റീരിയൽ ഓർത്താൽ മതി. ബനാറസ് ജോർജറ്റിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ ഐറ്റത്തിനാണ് ഈ വിസ്കോസ് എന്ന് പറയുന്നത്. ജോർജറ്റിൻ്റെ ഹൈ ക്വാളിറ്റി വരുന്നത്, എന്നാൽ ഒട്ടും ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല സോഫ്റ്റാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ഈ എന്താ പറയുക, വലിച്ചുകൊണ്ട് നടക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്ത സാരി ഇത് ഇങ്ങോട്ടൊന്ന് കാണിക്കാവോ. ബ്ലാക്ക് ആൻഡ് പിങ്ക്, ഇത് വരും മുന്താണി, ഇങ്ങനെ ബോഡി. ഇപ്പം ബ്ലൗസ് വന്നിട്ട് പ്ലെയിന്, ഡാർക്ക് പിങ്ക് പ്ലെയിന്, കയ്യിൽ ബോർഡറുമായിട്ട്. ഇപ്പോൾ ബ്ലാക്കൊക്കെയാണ് ട്രെൻഡി ആയിട്ട് ഫങ്ഷനൊക്കെ നിൽക്കുന്ന ഐറ്റം. അയ്യോ കരണ്ട് പോയേ, കണ്ടോ, നല്ല എടുത്ത് നിൽക്കുന്ന സാരി. ഇങ്ങനെ വരും മുന്താണി, നല്ല രസമല്ലേ. ബോഡിക്ക് ഒട്ടും മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ. ബോഡിക്ക് ഒട്ടും ഇതില്ല കേട്ടോ, വെയ്റ്റ് ഇല്ല, തീരെ വെയ്റ്റ്ലെസ് ആണ്. ഇങ്ങനെ ഈ ബോർഡറിൻ്റെ ഇവിടെ ബനാറസി ബോർഡർ വരുമ്പോൾ അവിടെ മാത്രം, അവിടെ വെയിറ്റ് വേണം, എന്നാലല്ലേ ആ ശരീരത്ത് അത് കറക്റ്റായിട്ട് വീണ് കിടക്കുള്ളൂ. നമുക്ക് വൺ പ്ലീറ്റ്സ് ഇട്ടോ അല്ലെങ്കിൽ വൺ ലെയർ ആയിട്ടോ പ്ലീറ്റ്സ് ഇട്ടോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും ഉടുക്കാൻ നല്ല അടിപൊളിയാണ്. ഈ സാരിയുടെ മോഡൽ ഞാൻ നേരത്തെ കാണിച്ചതാണ്. സെയിം കളർ കോമ്പിനേഷൻ അല്ല കാണിച്ചതെന്നേ ഉള്ളൂ. ഓക്കെ, ക്രീം ഇപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ് ക്രീമും വൈറ്റും. പിന്നെ ഡാർക്ക്, അതിൻ്റെ കൂടെ ഡാർക്ക് കോമ്പിനേഷനും കൂടെ വരുമ്പോൾ നല്ല മുന്താണിയല്ലേ, ഒരു മാംഗോ ഡിസൈൻ വരുന്ന മുന്താണി. നേരത്തെ ക്രീം വന്നപ്പോൾ ഈ ബോഡിയെ നിറച്ചും ഫുൾ ഡിസൈനായിരുന്നു, ഈ ഗോൾഡൻ ഡിസൈൻ ബുട്ട എന്ന് പറയുന്നത്. അത് ഭയങ്കര നിറച്ചു വരുന്നു. അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇത് ഭയങ്കര ഓവറായിട്ട് നിൽക്കുമെന്ന്. ആ ഒരു വിഷമം ഇപ്പം തീരും. കാരണം ഇതിപ്പം വന്നിട്ട്
ബുട്ടായായിട്ട് ചെറിയ ചെറിയ ബുട്ടാസാണ് പോയിരിക്കുന്നത് ബോഡിക്ക്. എല്ലാം വീവിങ് ആണ്, പ്രിൻ്റ് അല്ല കേട്ടോ, ഒന്നും പോലും പ്രിൻ്റ് ഇല്ല. ബോഡി ഇങ്ങനെ ഭയങ്കര എടുപ്പല്ലേ. ഇതിപ്പം ക്രീമെന്നല്ല പറയേണ്ടത്, ഇത് ഗോൾഡൻ കളറാണ് ശരിക്കും. ഭയങ്കര ഗോൾഡല്ല, ചിക്കു കളർ എന്നൊക്കെ പറയാം, ആ ഒരു കളർ. ക്രീമിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ഡാർക്കാണ്, ഗോൾഡിൻ്റെ അത്രയും ഇതായിട്ട് നിൽക്കുന്നുമില്ല. താഴത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ. ഇതിൻ്റെ ഏറ്റവും ഭംഗി ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുന്താണി ബോർഡർ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മൾ കാഞ്ചീപുരം സാരി 10,000-10,000 രൂപ. ഈ സാരി ഉണ്ടല്ലോ, ഈ സാരി ഒരു 10,000 രൂപയ്ക്ക് മേളിലോട്ടുള്ള റേഞ്ച് വരെ പോകുന്നുണ്ട്, മേളിലേക്ക്. അപ്പോൾ നമ്മൾ കാഞ്ചീപുരം സാരിയൊക്കെ എടുക്കുമ്പോൾ 10,000 രൂപയുടെയൊക്കെ സാരി എടുക്കുമ്പോൾ കിട്ടുന്ന അതേ ബോർഡറും അതേ മുന്താണിയും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ. ഇതാണ് ബ്ലൗസ്. ഈ ബോർഡർ ഇങ്ങനെ ഭയങ്കര എടുപ്പായിരിക്കും. ഇവിടെ ഡാർക്ക് ബ്ലൗസും ലൈറ്റ് ബോഡിയും എല്ലാം ആയിട്ട് ഭയങ്കരമായിട്ടുള്ള നല്ല ഭംഗിയുള്ള എടുപ്പാണ്, നല്ലതുമാണ്. അത് ഇതിനെപ്പറ്റി എന്നാ പറയാം, കൂടുതൽ ഒന്നും പറയാൻ വാക്കുകൾക്ക് അതീതമാണ്. വിടക്കട്ടെ, വിടും. ഇനി ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ, ഡാർക്ക് കളറ് ഇഷ്ടമുള്ളവർക്ക്. ഏതാ കളർ നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കും എല്ലാ കളർ കോമ്പിനേഷനും നല്ലതാണ്. ഇതിലേക്കൂടെ ഒരു സിൽവറാണ് ഇതിനകത്ത്, ഗോൾഡല്ല സിൽവറാണ് ബോർഡറിന് പോയിരിക്കുന്നത്. താഴത്തെ ബോർഡറിനെ കഴിയും ഒരു പൊടിക്ക് വീതി കൂടുതലുണ്ട്, മുകളിലത്തെ തിരിഞ്ഞുപോയി. മുകളിലത്തെ ബോർഡറിനെ കഴിയും ഒരു പൊടിക്ക് വീതി കൂടുതലുണ്ട് താഴത്തെ ബോർഡറിന്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊന്നെങ്കിൽ ഫേവററ്റ് കളർ എടുക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത കളർ എടുക്കുക, അങ്ങനെ എടുത്താൽ മതി. എൻ്റെ സജഷനാണ് കേട്ടോ. അതിനെന്നറിയോ, ചിലപ്പം ചോദിക്കുമ്പോഴേ എല്ലാ കൃത്യം കളറൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ വേഗം ബുക്ക് ചെയ്താൽ, വേറൊന്നും പറയുന്നത് എല്ലാ ദിവസവും ഞാൻ അങ്ങനെ പറയുന്നില്ലല്ലോ, വേഗം ബുക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ. കാരണം ഇപ്പോൾ ഫംഗ്ഷനുകളുടെ കാലമാണ്, ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങളുടെ കാലമാണ്. ഇതിനെല്ലാം പല റേറ്റാണ് കേട്ടോ, എല്ലാത്തിനും ഒരേ റേറ്റ് അല്ല, പല റേറ്റാണ്. അതിൻ്റെ സ്റ്റഫിലുള്ള വ്യത്യാസമോ പിന്നെ ബോർഡറിനാണ് മെയിൻ ക്യാഷ് എടുക്കുന്നത്. എന്നാ രസമല്ലേ. ഇതിപ്പം ബ്രൈഡിനൊക്കെ വേണമെങ്കിൽ ഇതായിട്ട് ഈ എൻഗേജ്മെൻറ്റിന് അങ്ങനെയൊക്കെ കൊടുക്കാം. ഈ പിന്നെ സെക്കൻഡ് സാരി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ എടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ വൈകുന്നേരത്തെ റിസപ്ഷനുകൾ കൊടുക്കാം, ആർക്ക് വേണേലും കൊടുക്കാം. നല്ല ഇതിപ്പം ഓവറായും പോയിട്ടില്ല. നമുക്കിപ്പം കല്യാണമൊക്കെ ഉണ്ടെങ്കിലേ പറയാൻ വന്ന മറന്നുപോയി, മുന്താണി ഇങ്ങനെ. അതിൻ്റെ ഇടയിൽ വേറെ കാര്യമല്ല, അവിടെ ഇപ്പോൾ ഒരു സാരി കാണുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് പോകും അല്ലേ. ഇത് ബ്ലൗസ്. ആദ്യം കാണിച്ച സാരി ഈ മോഡൽ തന്നെയായിരുന്നു തോന്നുന്നു, ബ്ലൗസ് കണ്ടിട്ട് ഫസ്റ്റ് കാണിച്ച സാരി അല്ലേ. അതേതായിരുന്നു, അതിൻ്റെ മേലെ സാരി വീണ് പോയി. മസ്റ്റാർഡ് യെല്ലോ കാണിച്ചില്ലേ, അതിൻ്റെ സെയിം ആയതേ, അതിൻ്റെ വേറെ കളറ്. മസ്റ്റാർഡ് യെല്ലോ ഒക്കെ എപ്പോൾ തീർന്നെന്ന് ചോദിച്ചാൽ മതി, ആ സെക്കൻഡിൽ തന്നെ തീർന്ന പോലെ വേഗം ആൾക്കാർക്ക് താല്പര്യമുള്ള. ഇതിപ്പം നല്ല ഡാർക്ക് പീക്കോക്ക് ബ്ലൂ, ഡാർക്കാണേ, എന്നിട്ട് ഡാർക്ക് പിങ്കും ഇവിടെ വന്നു, പിങ്ക് ഓർ വാടാമുല്ല, അതിൻ്റെ ഡാർക്ക് രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ളതാണ്. എന്നാ വീവിങ് എന്ന് നോക്കിയാൽ, ഈ വീവിങ്ങിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് കണ്ടോ. മുന്താണിയല്ലേ, ഓരോന്നിനും ഓരോ വിലയാന്ന് തോന്നുന്നു കേട്ടോ അല്ലേ. അടുത്തത് ഇപ്പം മുമ്പേ കണ്ടത് സിൽവർ, അതിന് മുന്നേ കണ്ടത് സിൽവർ ആണെങ്കിൽ ഇത് കോപ്പറാണ്. ബോഡിയിലെല്ലാം കണ്ടോ കോപ്പർ. ഡാർക്ക് മെറൂണും മസ്റ്റാർഡ് യെല്ലോയും കോപ്പറും. താഴത്തെ ബോർഡർ, ഇത് മുന്താണി. ഈ കോപ്പറിൻ്റെയൊക്കെ ബോർഡറൊക്കെ വരുമ്പോൾ നല്ല ആൻറ്റീക്ക് ടച്ച് തരുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ ഇടണം. ബ്ലൗസേ ഇങ്ങനെ കോപ്പറിൻ്റെ ബോർഡറുമായിട്ട് ബ്ലൗസ്. ഒത്തിരി വീതിയില്ല, കറക്റ്റ് വീതിയാണ് ബ്ലൗസിൻ്റെ ബോർഡറിന്.
ഈ ടൈപ്പ് സാരി ഇന്നത്തെ തീർന്നു. ഇനി നമുക്ക് നോർമൽ വെയർ സാരി കാണിച്ചു തരാം. ഇത് ഒരു ഡെയിലി വെയർ സാരി ആയിട്ട് കൂട്ടാൻ മതി. ചെക്ക് ഡിസൈന് ഭയങ്കരമായിട്ടുള്ള ആൾക്കാർക്ക് താല്പര്യം ഉള്ളത് കൊണ്ട് ചെക്ക് ഡിസൈൻ വരുമ്പോഴേ കാണിക്കാമെന്ന് വെച്ചു. ഒത്തിരി പേർക്ക് ചെക്ക് ഡിസൈൻ ഇഷ്ടമാണ്. ആഷ് കളറും മെറൂൺ കളറും കണ്ടോ. മുന്താണി ഇങ്ങനെ ഒരു ഡാർക്ക് മെറൂണ്, ബോഡി ഇങ്ങനെ ആഷ്, ചന്തേരിയുടെ മെറ്റീരിയൽ. ഇവിടെ ഒന്ന് സ്റ്റിക്കറൊക്കെ പതിച്ച് വെച്ചു. ചന്തേരിയുടെ മെറ്റീരിയൽ ഡെയിലി വെയർ ആയിട്ടോ ചെറിയ ഫങ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ ഉടുക്കാം. ഫങ്ഷൻ വെയർ ആയിട്ട് തന്നെ ഉടുക്കാം. തീരെ സിംപ്ലിഫൈ ആയി പോകുന്നില്ല. നല്ലൊരു സാരി. ഇങ്ങനെ ബോർഡർ, ഇവിടുത്തെ ബോർഡർ ഇത്, താഴത്തെ ബോർഡർ ഇത്. ആ കോമ്പിനേഷനാണ് നമ്മൾ ഭയങ്കരമായിട്ട് നല്ലൊരു. ഈ ആഷ് കളറും ഡാർക്ക് ആഷാണേ, ആഷ് കളറും അല്ലെങ്കിൽ ഗ്രേ കളറും മെറൂണും. ബ്ലൗസ് വന്നിട്ട് അത് തന്നെ മുന്താണിക്ക് ഉള്ള അതേ ചെക്ക് ബ്ലൗസ്. ഇവിടെ വന്നിട്ട് മെറൂൺ വന്നിട്ട് ആ ഒരു സിൽവർ ബോർഡറും ഒക്കെ ആയിട്ട് ബ്ലൗസ് വരുമ്പോൾ നല്ലൊരു പാർട്ടി ടച്ച് കിട്ടും. നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാം. എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് താൻ. നമുക്കൊരു സാധനം കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം പ്ലെയിൻ സാരി കണ്ടിട്ടുണ്ടായിരിക്കും. പ്ലെയിൻ സാരിയുടെ ഇത് ഞാൻ നേരത്തെ പ്ലെയിൻ സാരി ആയിട്ട് കാണിച്ചപ്പം, പ്ലെയിൻ സാരികളുടെ കൂടെ കാണിച്ചപ്പം അതിഗംഭീരമായ ഡിമാൻഡ് വന്ന ഒരു സാരിയാണ്. ജോർജറ്റിൻ്റെ ഒരു മെറ്റീരിയൽ, സാറ്റിൻ്റെ ബോർഡർ, ഫുൾ ബോഡി ബുട്ട ഡിസൈനർ സാരിയായിട്ട് ഉപയോഗിക്കുന്ന സാരി. ഇതിപ്പം ബോട്ടിൽ ഗ്രീൻ കളർ. ഇതിൻ്റെ 3 ഷെയ്ഡാവുള്ള. നിങ്ങളിപ്പം ഇഷ്ടം പോലെ ഡിസൈനർ ബ്ലൗസുകളൊക്കെ ഉണ്ടല്ലോ. ഡിസൈനർ ബ്ലൗസുകൾ നമ്മൾ ഒത്തിരി വാങ്ങിച്ചല്ലോ. അപ്പം ഉണ്ടോ, നല്ല സാരിയല്ലേ. ഇതാണ് ഇതിൻ്റെ, ഇങ്ങോട്ട് കാണിക്കാവോ? ഇതിൻ്റെ ഈ ബോഡിയെ ഫുള്ളി ബുട്ടായുണ്ട്. അതാണ് അതിൻ്റെ ഭംഗി. ഇങ്ങനത്തെ ഇപ്പം ഈ പറയുന്ന പോലെ കസവോ സിൽക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറിയ പെൺകുട്ടികൾക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതായിട്ട് നല്ല ഫങ്ഷൻ വെയറായിട്ട് അങ്ങനെയുള്ളവർക്കും നല്ല ആർക്ക് വേണേലും കൊടുക്കാം. അങ്ങനത്തെ സാരിയാണ് ഇത്. നല്ല ബുട്ടായി. ബുട്ടായിക്ക് ഒരു 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 ഗ്ലിറ്ററിങ് ഉണ്ട്. ഇങ്ങനെ ഫുള്ള് പിടിപ്പിച്ചേക്കും. അതിൻ്റെയാണ് വില 750 രൂപ. കണ്ടോ, ഇങ്ങനെ ഇരിക്കും സാരി. കണ്ടോ, നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ. ഇതിന് നമുക്ക് ഇതിന് ബ്ലൗസ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ബ്ലൗസ് ഇല്ല, റണ്ണിങ് ഇങ്ങനെ തന്നെയാണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽ ഗ്രീൻ്റെ ബ്ലൗസ് ഇടാം. പ്ലെയിൻ ഇടുന്നതിലും നല്ലത് എന്തെങ്കിലും ഡിസൈനുള്ള ബ്ലൗസോ ഡിസൈനർ ബ്ലൗസുകളോ ഒക്കെ ഇടുന്നതായിരിക്കും നല്ലത്. ഇനി ബ്ലാക്ക്, അതിൻ്റെ തന്നെ ബ്ലാക്ക്. കണ്ടോ, നല്ലൊരു വെറൈറ്റി ലുക്കാണ് ഇതിന്. ഇതിൽ ഈ നിറച്ചും ഞാൻ തന്നെ ഇവിടെ നമ്മൾ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിറച്ചും വർക്ക് ചെയ്ത സീക്വൻസ് വർക്ക് ചെയ്ത ബ്ലാക്ക് ബ്ലൗസൊക്കെ അങ്ങനെയൊക്കെ എടുത്ത ആൾക്കാർക്കൊക്കെ 101% ആപ്റ്റാണ്. ഭയങ്കര പാർട്ടി ടച്ച് ആയിരിക്കും അത്. അല്ലെങ്കിൽ കയ്യെ നല്ല ഡിസൈനർ ബ്ലൗസുകൾ കയ്യെ നിറച്ചും വർക്ക് വരുന്ന ബ്ലൗസിൻ്റെ ബിറ്റൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പറ്റും. അതൊക്കെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അന്ന് വാങ്ങിക്കാത്തവർക്കൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്കുണ്ട്. പക്ഷേ ഇപ്പം ഓൺലൈനിൽ കാണിക്കാൻ തൽക്കാലം അത് ഉടനെ സാധ്യതയില്ലാത്തതിനാൽ ഞാൻ പറയുക, അങ്ങനത്തെ ബ്ലൗസുകളൊക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഭയങ്കര രസമായിരിക്കും. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഐഡിയാസ് ഉണ്ടല്ലോ. അപ്പോൾ ഡാർക്ക് പർപ്പിൾ നല്ല സോഫ്റ്റായിട്ട് ശരീരത്തോട് കിടക്കും. നമുക്ക് 1 പ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് വിടാം. പിന്നെ ഈ പറയുന്ന പോലെ എങ്ങനെയാണ് 1 പ്ലീറ്റ്സ് അല്ലാതെ ഇങ്ങനെ ഞൊറിഞ്ഞു കുത്തിയില്ലേ, പ്ലീറ്റ് ഇട്ട് വിടാം. എങ്ങനെ വേണമെങ്കിലും ഇടാം. നല്ല ഭംഗിയാണ്. അത് അവനവൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിടുക. 1 പ്ലീറ്റ്സിനൊക്കെ പ്ലീറ്റായിട്ട് ഇടുന്നതെങ്കിൽ പ്ലീറ്റഡ് ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം ഇച്ചിരി കനക്കുറവ്, ഇപ്പോൾ ജോർജറ്റ് അല്ലെ ഷിഫോണിൻ്റെ മെറ്റീരിയലിനൊക്കെ ഇച്ചിരി കനക്കുറവ് തോന്നിക്കുമല്ലോ. പക്ഷേ അതിലൊരു ബുട്ടായുണ്ട്, പിന്നെ ഡാർക്ക് ഷെയ്ഡുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലീറ്റ് എടുത്തിടുകയാണെങ്കിൽ നല്ല ബോഡിക്ക് നല്ല ഒതുക്കവും തോന്നിക്കും.
ആ ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സീ ത്രൂ ആണെന്നുള്ളൊരു വിഷമവും തോന്നത്തില്ല. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നാളെ ഒന്നുകിൽ വീഡിയോ രാവിലെ 10 മണിക്കായിരിക്കും, അതായത് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് അല്ലെ 11 മണിക്കായിരിക്കും വീഡിയോ. അതല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ഉണ്ടാവില്ല. കാരണം ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിൽ എന്നാ പറയുന്നത്, ജാതി മതഭേദമന്യേ അക്കരയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കരയമ്മയുടെ പെരുന്നാളാണ്. അപ്പം നാളെ ചൊവ്വാഴ്ചയാണ് അതിൻ്റെ പ്രദക്ഷിണം ചില സ്ഥലത്ത് റാസ എന്ന് പറയും, അങ്ങനെ ഇത് പ്രദക്ഷിണം. അപ്പം വൈകുന്നേരമാണ് 7 മണി ആ സമയത്താണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന. ആ സമയത്ത് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ വീഡിയോ നേരത്തെ ആയിരിക്കും, അല്ലെങ്കിൽ വീഡിയോ വന്നു കഴിയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇതുകൊണ്ട് പറയുന്നല്ല കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ കൃത്യമായിട്ട് പുതിയ വീഡിയോ അപ്ലോഡഡ് ആകുമ്പോൾ നമുക്കതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇത് ചെയ്യാത്തവരാണ് ഈ പഴയ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും എൻക്വയറി ഉണ്ട്. ഒരു 3 മാസം മുന്നേ 4 മാസം മുന്നിലത്തെ ആദ്യത്തെ വീഡിയോയൊക്കെ കണ്ടിട്ട് അതിൻ്റെ എൻക്വയറി ഇപ്പോഴും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ വീഡിയോ കിട്ടുന്നുള്ളൂ. ഫുൾ വീഡിയോ ആയിട്ട് കിട്ടണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്താൽ ചാനലിനകത്ത് പോയാലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പം നാളത്തെ കാര്യം അങ്ങനെ, ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാവില്ല, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന്. അപ്പം എല്ലാവരെയും പെരുന്നാളിന് ക്ഷണിക്കുക, വരുന്നോ? അക്കരപ്പള്ളി മാത്രമല്ല, ഇവിടെ ചെർക്കടവ് പ്രദേശമാണ്. ചെർക്കടവ് മഹാദേവൻ്റെ ഉത്സവം നടക്കുന്നു, അക്കരപ്പള്ളി പെരുന്നാൾ നടക്കുന്നു. ഇവിടെ അടുത്ത പ്രദേശത്തെല്ലാം ഉത്സവങ്ങളും പെരുന്നാളും മൊത്തം ഒരു ആഘോഷമായ സന്ധ്യയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും സന്തോഷം തരുന്ന ലൈറ്റുകളും കളർ ലൈറ്റും മറ്റതും മറിച്ചതും എന്താ പറഞ്ഞറിയിക്കത്തില്ല. ഈ കോവിഡിനൊക്കെ ശേഷം നല്ല ആഘോഷങ്ങളുടെ ഒരു സമയമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഉത്സവങ്ങളും പെരുന്നാളുകളും ആഘോഷങ്ങളും ഒക്കെ ആയിരിക്കും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു.